ஆட்சிக்கு வர வரைக்கும் தமிழ்நாட்டுல கலாய்ச்சிட்டு இருந்தாங்க. இப்போ ஆட்சிக்கு வந்ததுக்கு அப்புறம் சேட்டன்ஸ் கேரளாவில கலாய்க்க ஆரம்பிச்சிருக்காங்க. இந்த வீடியோ கேரளால மட்டும் இல்லங்க, தமிழ்நாட்டிலயும் வைரல் ஆயிட்டு இருக்கு. அவசியம் பார்த்து பகிர வேண்டிய ஒரு வீடியோ. இதுல சிரிக்கவும் விஷயங்கள் இருக்கு, சிந்திக்கவும் விஷயங்கள் இருக்கு. அப்பா வணக்கம்ப்பா. ఎంత కోడవడరా ఇది? ராஜேஷ் அல்லப்பா, முத்துப்பாண்டி. മുത്തുപ്പാണ്ടിയോ? അപ്പനാ? അച്ഛനെ വിളിക്കടാ. അച്ഛാന്നെല്ലാം വിളിക്ക മാട്ടേപ്പാ. ഞാൻ ഇനിമേ തമിഴ്നാട്ടുകാരനായി. എങ്ക അണ്ണൻ വിജയ്. എന്ത് കോപ്പാടായി പറയുന്നത്? നിനക്ക് എന്താണ് പറ്റിയത്? அப்பா, நான் இனி இந்த கேரளத்திலே நிக்க மாட்டேன். நான் தமிழ்நாட்டுக்கு போறேன். அங்க போய் வாழ போறேன். അതിപ്പോ അവിടെ ആയാലും ഇവിടെ ആയാലും നീ വാഴണം. ഇപ്പൊ നിനക്ക് എന്താണ് പ്രശ്നം? இங்க மடுத்து போச்சு. அங்க இப்ப ரொம்ப சுகம். സുഖം. ചെലവിനാരാ പൈസ തരുന്നത്? മാസാമാസം അണ്ണമ്പളോടുക്ക് 4000 രൂപ கிடைக்கும். മാത്രമല്ല ഡിപ്ലോമക്കാർക്ക് 2500 രൂപയും கிடைക്കും. മൊത്തം 6500 രൂപ கிடைക്കും. പോരെ, ഈസിയാ പുട്ടും പൊറോട്ടയും ചിക്കനും അടിച്ചു വാഴ. ഇങ്ങ 5 രൂപ ഒരു പട്ടി പോലും തരില്ല. അതിന് നീ വേഷം കെട്ടിട്ട് കാര്യമില്ല. തമിഴനാകണം. തമിഴനല്ലല്ലോ, നീ തായ്പറമ്പിൽ അശോകന്റെ മോന്റെ ആദ്യമായിട്ടല്ലേ? അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിരിക്ക്. ഞാൻ അങ്ങ് പോയി ഒരു തമിഴത്തിയെ കല്യാണം കഴിക്കും. തമിഴത്തിയോ? തമിഴത്തി. വെറും തമിഴത്തിയല്ല, 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ബാങ്കിൽ ലോഡുള്ള തമിഴ്. അങ്ങനെ ഒരു തമിഴത്തെ കണ്ടുപിടിച്ച് കല്യാണ ആലോചനയുമായി ഞാൻ ചെല്ലും. അപ്പടി ഒരു ഫാമിലിയിൽ എനിക്ക് പെണ്ണ് തരുന്നതിന് അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ. എന്താ കാരണം അൺഎംപ്ലോയിഡ് ആയ ഡിപ്ലോമയുള്ള എന്നെ കല്യാണം കഴിച്ചാൽ മാസം 6500 രൂപ അവർക്ക് കിട്ടും. തന്നെയല്ല, അവിടെ ഭയങ്കര ചൂടാ. നീ എങ്ങനെ കിടന്നു പറഞ്ഞു? ഇൻഡക്ഷൻ കുക്കർ, AC, TV, ഫാന്, ഫ്രിഡ്ജ്, ലൈറ്റ്, ഒവ്വൊരു മാസവും 200 യൂണിറ്റ് കറണ്ട് ഫ്രീ. ബാക്കി കറണ്ടില് അപ്പന്റെ തലയ്ക്ക് ഷോക്ക് വരെ അടിപ്പിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തമിഴ്നാട് പോവാ. ശരി, നീ പോവോ പോകാതിരിക്കുക എന്തെങ്കിലും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യം കിടക്കുന്ന നിനക്കൊരു കുഞ്ഞുണ്ടായാൽ അതിന്റെ ചെലവ് ആരാടാ നോക്കുന്നത്? കൊച്ചുണ്ടായാൽ 1 ഗ്രാം ഗോൾഡ് അപ്പൊ തന്നെ വീട്ടിലെത്തും. മാത്രമല്ല, അവർക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ റെസിഡൻഷ്യൽ സ്കൂളും എന്റെ അണ്ണൻ ഉണ്ടാക്കും. ഓ, അത് മറ്റുമല്ല, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് 25 ലക്ഷം രൂപ വായ്പ, പലിശ രഹിതം. കളഞ്ഞില്ല അപ്പാ, കളഞ്ഞില്ല. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്ക് 15,000 രൂപ സാമ്പത്തിക സഹായം. എടാ, അപ്പൊ നിനക്കോ നിന്റെ ഭാര്യക്കോ കൊച്ചിനോ അമ്മായിപ്പനോ അമ്മായി എന്നൊക്കെ വല്ല അസുഖം വന്നാൽ നീ എന്ത് ചെയ്യും? இன்சூரன்ஸ் போட்டிருக்காங்க, ஹெல்த் இன்சூரன்ஸ். ஒவ்வொரு ஃபேமிலிக்கும் 25 லட்சம் ரூபாய் இன்சூரன்ஸ். பனி, சொறி, ചെറുങ്ങ്, വാദം, പുഴുക്കടി, ഇത് ഒന്നുമേ പ്രശ്നമില്ല. 25 ലക്ഷം രൂപക്ക് ഇൻഷുറൻസ് അപ്പാ. അതുകൊണ്ട് ഞാൻ ഇട്ടാവട്ട കേരളത്തിൽ കിടന്നൊന്നും തമിഴ്നാട്ടിലേക്ക് പോறேன். തുടിക്ക പോறேன். നിമ്മതിയാ വാഴ പോறேன். പോയിട്ട് വരാം അപ്പാ. ബൈ.